ഫിലിപ്പ് എൻ്റെ അടുത്ത് ചെയ്ത അവസാനത്തെ വീഡിയോയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ട്. ഇന്നലെ ഫുള്ള് പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫിലിപ്പ് എൻ്റെ അടുത്ത് വന്നത് എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഞാൻ. കാരണം ഒരുപാട് ആൾക്കാർക്ക് വല്ലാതെ തെറ്റിദ്ധാരണകളുണ്ട്. അതൊരു സൗഹൃദം പുതുക്കാനോ വ്ളോഗ് ചെയ്യാനോ വേണ്ടി വന്ന യാത്ര ഒന്നല്ല. അത് ബ്ലഡ് പ്രഷർ കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ സൗഹൃദത്തിൻ്റെ പേര് പറഞ്ഞ് വരിക ചെയ്യുക. അങ്ങനെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ വരാറുണ്ട്. എനിക്ക് സുഹൃത്തുക്കളുടെ അടുത്തു നിന്നൊന്നും ഫീസ് ഞാൻ എന്നെ നേരിട്ട് കാണിക്കുമ്പോൾ വാങ്ങാറില്ല. വീട്ടിൽ നിന്നും ഞാൻ ഫീസ് വാങ്ങാറില്ല. വീട്ടിലൊക്കെ ആരെങ്കിലും വന്ന് കാണിച്ചാലൊന്നും ഫീസ് വാങ്ങാറില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ തുടങ്ങുക എന്നുള്ള പ്രൊജക്റ്റ് തന്നെ ഞാൻ ഉപേക്ഷിച്ചതും. അപ്പം എനിക്കങ്ങനെ തോന്നാൻ മനസ്സങ്ങോട്ട് അനുവദിക്കാറില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പം ആ ഹോസ്പിറ്റലിൻ്റെ നിയമങ്ങൾ തെറ്റിക്കാനും ഞാൻ തയ്യാറല്ല. ഹോസ്പിറ്റലിൽ ഫീസ് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ പറയുക ഇവരെ ഓണറുടെ അടുത്തോ അല്ലെങ്കിൽ മാനേജറുടെ അടുത്തോ പറയാനേ ഞാൻ പറയുള്ളൂ. അതിനോടും ഞാൻ കൂറ് പുലർത്തും. അപ്പം അങ്ങനെ എനിക്ക് വന്ന് ഫിലിപ്പ് എന്ത് ചെയ്യാണ്, പ്രഷർ നോക്കിയപ്പോൾ നല്ല ഹൈ ആണ്. പ്രഷർ അധികം ഉണ്ട്. ഞാൻ ഗുളിക കഴിക്കൂല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഫിലിപ്പിനോട് പറഞ്ഞു, ഫിലിപ്പിന് കുറേ ഉപദേശങ്ങൾ കൊടുത്തു. ഒരു രോഗി എന്നുള്ള നിലക്കുള്ള ഉപദേശങ്ങളാണ് കൊടുത്തത്. ഫിലിപ്പ് പ്രഷർ കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അത് രക്തക്കൊഴലുകൾ അമിത സമ്മർദ്ദത്തിൽ രക്തം പോകുന്നതാണ്. ചിലപ്പോൾ പൊട്ടിപ്പോയി സ്ട്രോക്ക് വരാം, അറ്റാക്ക് വരാം, അങ്ങനെ എന്തും വരാം. ഗുളിക ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഞാൻ എന്തോ ഗുളിക എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറപ്പില്ല. അപ്പോൾ ഞാൻ ഫിലിപ്പ് ഇങ്ങനെ പറയാതിരുന്നപ്പം എന്തായാലും നമ്മളൊരു ഡോക്ടർ എന്ന് പറയുമ്പം ചിലപ്പം നമുക്ക് വെറുതെ കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെറുതെ കാണാൻ വന്നതല്ല. പലരും എന്നെ വെറുതെ കാണാൻ വരുതാറുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ചികിത്സേൻ്റെ ലക്ഷ്യമായിട്ട് തന്നെ വരുള്ളൂ. പലരും എൻ്റെ വീഡിയോ പ്രശംസിക്കുകയാണെങ്കിലും അവർക്ക് എന്തോ അസുഖത്തെക്കുറിച്ച് എന്തോ എന്ന് പറയാനുണ്ടാവും. അതുപോലെ തന്നെയാണ് ഫിലിപ്പ് അന്ന് വന്നത്. അങ്ങനെ ഫിലിപ്പ് എന്ത് ചെയ്ത്, ഞാൻ സാധാരണ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാരോട് എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റാറില്ലെങ്കിലും ചിലരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് മടിയന്മാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാൾ സ്ക്വാറ്റ് എന്നെ കാണിക്കാൻ വന്ന പലർക്കും അറിയാം. ഞാൻ പറയുന്ന കാര്യമാണ്. വാൾ സ്ക്വാറ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് പല്ല് തേക്കുന്നതിൻ്റെ ഇടത് കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഡോമിനൻ്റ് അല്ലാത്ത കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂറോപ്ലാസ്റ്റിറ്റിയാണ്. അതിനോട് കൂടെ എന്തെങ്കിലും ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യുക. സോഷ്യൽ മീഡിയ രാവിലെ ഉപയോഗിക്കരുത്. അതൊക്കെ ഞാൻ അന്ന് ഫിലിപ്പിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ എല്ലാവരോടും പ്രഷർ കൂടിയ പലരോടും പറയുന്ന കാര്യങ്ങളാണ്. ചിലർക്ക് ഞാൻ പ്ലാങ്ക് പൊസിഷൻ്റെ എക്സസൈസുകൾ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. ചിലവരിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടോലാണ് അവരോട് ഞാൻ പറയും, നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ കാണാറില്ലേ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തൊരു സംഭവം മാത്രമാണ്. അപ്പോൾ അതിൽ വ്ളോഗ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം അതിലില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിൽ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ വീഡിയോയിൽ ഒരു സാധാ ഫോണിൽ പകർത്തുന്ന ഒരു ഇതേ കണ്ടിട്ടുള്ളൂ. അതൊരു രോഗിനോട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഒരു എക്സസൈസ് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഡ്യൂറേഷനിലൊക്കെയാണ് ഈ വീഡിയോ പകർത്തുന്നത്. അത് കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം ചിത്രീകരിച്ചു എന്നല്ലാതെ അതിൻ്റെ ഇടയിലൊന്നും അങ്ങനത്തെ ഒരു സംഭവങ്ങളുമില്ല. പലർക്കും എന്താണെന്ന് പറയുക, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ മനോഭാവം വെച്ച്, നമ്മുടെ വിശ്വാസം വെച്ച്, നമുക്കോരോ മനുഷ്യനോടുള്ള കാഴ്ചപ്പാടൊക്കെ വെച്ച് വിലയിരുത്തുമ്പം നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാകും. ഇപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ വ്യക്തിയോട് നേരിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നേരിട്ടറിയാം. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ പോസ്റ്റ് ഇട്ട സഹോദരൻ ഞാൻ ഇന്നലെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ വസ്തുത അറിയുന്ന ഏക വ്യക്തി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ്ഡ് ആയ വ്യക്തികളായിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ആവില്ല. ഇന്ന് നടക്കുന്ന എല്ലാ വിവാദ വിഷയങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ ഇത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വെറുതെ ഇട്ടിട്ട് നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതായാലും നോമ്പ് തുറന്ന് നിസ്കരിച്ച് നിൽക്കുന്ന സമയമാണ്. ഒരു 5 മിനിറ്റ് ഉറങ്ങിയിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. ഡ്യൂട്ടിക്ക് ഇറങ്ങണം. അത് കഴിഞ്ഞാൽ പിന്നെ തിരക്കായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ അറ്റൻഷനിലേക്ക് കാര്യം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അത് ഞാൻ വൈകിപ്പിക്കില്ല. പക്ഷെ നോക്കാൻ ചിലപ്പോൾ ഞാൻ സമയമെടുക്കും. നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, എന്നോട് നേരിട്ട് തന്നെ ചോദിക്കുക. നമുക്ക് മനസ്സിലായില്ലേ? എന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളതാണെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. എന്നെക്കുറിച്ച് അറിയാമെന്നുള്ള വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാന വ്യക്തിയൊന്നുമല്ല. നമ്മളൊരു സാധാരണ മനുഷ്യനാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോബി ആയിട്ട് മാത്രമാണ്. അതിൽ നിന്നുണ്ടാവുന്ന സമ്മർദ്ദങ്ങൾ ഒരു ഭാരമായിട്ട് ചുമക്കാനൊന്നും ഞാൻ തയ്യാറല്ല. അതൊരു പാഷന് വേണ്ടി ചെയ്യുന്ന കാര്യം. അതിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ടും പാഷൻ തന്നെ ആയിരിക്കണം, ഹാപ്പിനെസ് തന്നെ ആയിരിക്കണം. അത് സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവരുത്. ഇനിയിപ്പോൾ എനിക്ക് ഡ്യൂട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കില്ല. ഇന്ന് സോഷ്യൽ മീഡിയ ഇവിടെ ഓഫാക്കി വെക്കുകയാണ്. നാളെ എനിക്കൊരു ക്ലാസ് എടുക്കാനുണ്ട്, അതിൻ്റെ തയ്യാറെടുപ്പ് നടത്താനുണ്ട്. ഓക്കെ, ബി ഹെൽത്തി, ബൈ.